ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി സ്റ്റോറി ടെല്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ തമ്മിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഗ്രാജുവേഷൻ ഡേ ആയിരുന്നു. അപ്പം ഞാൻ കരുതി ഞാൻ എങ്ങനെയാണ് ഈ ഫീൽഡിൽ വന്നതും എങ്ങനെയായിരുന്നു എൻ്റെ കോളേജ് ഡേയ്സും എന്നൊക്കെ ഒരു ചുരുക്കി പറയാമെന്ന് വിചാരിച്ചു. 12th കഴിയുമ്പോൾ കരുതി മെഡിക്കലിൽ പോകാമെന്ന്. അച്ഛനാണെങ്കിൽ ഞാൻ മെഡിക്കൽ ഫീൽഡിൽ പോകണമെന്നായിരുന്നു. അപ്പം എല്ലാത്തിനും നീറ്റ് ആവശ്യമുള്ളതുകൊണ്ട് എൻട്രൻസിനുള്ള ഫീസൊക്കെ കിട്ടി. പക്ഷെ ഡേറ്റ് എടുക്കാറായപ്പോൾ അച്ഛന് ഗോവയിലേക്ക് ട്രാൻസ്ഫർ ആയത്. അതുകൊണ്ട് തന്നെ എഴുതാൻ കഴിഞ്ഞില്ല. എന്നാലും എനിക്കത് എഴുതാൻ പറ്റിയില്ലെന്ന് വെച്ച് വിഷമമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് എൻ്റെ മൈൻഡിൽ കുറച്ചും കൂടെ ക്രിയേറ്റീവ് ഫീൽഡിലോട്ടായിരുന്നു. പക്ഷെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ചേച്ചി ഫാഷൻ ഡിസൈൻ എന്ന കോഴ്സ് പറഞ്ഞു തരണം കേട്ടോ. ഇത് 3 years BSc കോഴ്സ് അല്ല കേട്ടോ ഞാൻ ചെയ്തത്. 4 years ബാച്ചിലേഴ്സ് ഓഫ് ഡിസൈൻ ആയിരുന്നു. പിന്നെ എൻ്റെ ചേച്ചി പറഞ്ഞു, നീ വരയ്ക്കുക സ്റ്റിച്ചിങ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ളതല്ലേ, അപ്പോൾ എന്തുകൊണ്ട് നിനക്ക് ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്തുകൂടാന്ന്. അപ്പം ഞാൻ ഓർത്തു നോക്കുമ്പോൾ എനിക്ക് താല്പര്യമുള്ള കോഴ്സുമാണ്. അങ്ങനെ പിന്നെ അമ്മയാണെങ്കിലും സ്റ്റിച്ചിങ്ങൊക്കെ ചെയ്യും. അമ്മയെല്ലാം അവിടെ സ്വന്തമായിട്ട് ചെയ്യുന്നത്, സ്റ്റിച്ചിങ് ആയിക്കോട്ടെ എന്താണെങ്കിലും അമ്മ സ്വന്തമായിട്ടാണ് ചെയ്യാം. അപ്പം അമ്മയുടെ നിന്ന് പഠിച്ച ഒരു ഇതിൽ ഞാൻ വിചാരിച്ചു എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡാണ്, കുറച്ചുകൂടെ ക്രിയേറ്റീവ് അല്ലേ ഫാഷൻ എന്ന് പറയുന്നത്, അപ്പം അങ്ങനെ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ കോഴ്സ് സ്റ്റിച്ചിങ്ങിനുള്ളതല്ല കേട്ടോ. ഇത് വെറും ഡിസൈൻ കോഴ്സ് മാത്രമാണ്. പക്ഷേ ബേസിക് അറിഞ്ഞിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. നമുക്ക് താല്പര്യം ഇല്ലാത്തൊന്നും നമ്മൾ ചൂസ് ചെയ്താൽ പിന്നെ നമുക്ക് അതിനൊരു ഹാപ്പിനെസ് ഉണ്ടാവില്ല. ആ എടുക്കുന്ന ജോബ് ആയിക്കോട്ടെ എന്ത് തന്നെയാണെങ്കിലും നമുക്കൊരു ഹാപ്പിനെസ് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടണം. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ വരുള്ളൂ. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ് ദാറ്റ് ഐ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് മൈ കോഴ്സ്. ടീച്ചേഴ്സ് ആണെങ്കിലും ചില്ലായിരുന്നു. ഇൻ ടോട്ടൽ എൻ്റെ സ്കൂൾ ലൈഫിനേക്കാളും ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ളത് കോളേജിലാണ് കേട്ടോ. അതിപ്പോൾ കോളേജ് ടൈമിംഗ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഒന്നും ഒരു സീനില്ലായിരുന്നു. ആൻഡ് സബ്ജക്ട്സ് ആണെങ്കിലും എല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ ഞാൻ കോളേജിൽ പഠിക്കാനാണ് ഒരു രസം തോന്നിയത് എനിക്ക്. എനിവേസ് ഞാൻ ഹാപ്പിയാണ്. എൻ്റെ വീട്ടുകാരും സോ മച്ച് ഹാപ്പി. ഒരു സപ്പോർട്ടീവ് പാരൻസ് ഉണ്ടാവുന്നത് എത്ര ബ്ലെസ്സിങ് ആണെന്ന് ഞാൻ കോളേജിൽ കയറുന്നപ്പോഴാണ് വിചാരിക്കുന്നത്. ഞാൻ ആലോചിക്കുന്ന പോലും. അവരുടെ ഒരു സപ്പോർട്ടില്ലാതെ എനിക്ക് ഞാൻ ആഗ്രഹിച്ച ഒരു കോഴ്സ് എടുത്ത് പഠിക്കാൻ പറ്റില്ലേ. ഇനി അങ്ങോട്ടും ഞാൻ എൻ്റെ കോളേജ് ഡേയ്സ് മിസ് ചെയ്യും. എൻ്റെ ഫ്രണ്ട്സിനെയും ഞാൻ മിസ് ചെയ്യും. എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട് എനിക്ക്. പിന്നെ സ്പെഷ്യലി എൻ്റെ അച്ഛനും അമ്മോടും ചേച്ചിയോടും ഒക്കെ എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിന്. എൻ്റെ എല്ലാത്തിനും അവരാണ് സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുള്ളത്. ചേച്ചിയായിരിക്കും ആദ്യം എനിക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന പോലും. അപ്പോൾ അവളോടും എനിക്കൊരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കുട്ടി സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.